നമസ്തേ. നമ്മൾ ക്രഷ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടത്തുന്ന കാര്യം നിങ്ങൾ ചിലരെങ്കിലും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ക്രഷ് 1ഉം ക്രഷ് 2.0യും നമ്മൾ വിജയകരമായി തീർത്തു. അപ്പോൾ ക്രഷ് 1ൽ നമ്മൾ UPSCയുടെ തന്നെ ഫസ്റ്റ് പേപ്പറിൻ്റെ 5th and 6th യൂണിറ്റിൻ്റെ വിശദമായൊരു പഠനമായിരുന്നു നടത്തിയിരുന്നത്. അത് ഗംഭീരമായൊരു നോട്ടൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തിരുന്നു. അപ്പോൾ ക്രഷ് 2.0യിൽ നമ്മൾ ചെയ്തത് 25 വർഷത്തെ ചോദ്യപേപ്പറിൻ്റെ ഡിസ്കഷനായിരുന്നു. അതും വളരെ ഭംഗിയായിട്ട് തന്നെ തീർക്കാൻ പറ്റി. അതിൽ വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരും പിരിഞ്ഞു പോവുകയും ചെയ്തു. ഇപ്പോൾ നമ്മൾ ക്രഷ് 3.0യെക്കുറിച്ച് ചിന്തിച്ചു. അപ്പോൾ ഈ സമയത്ത് ക്രഷ് 3.0യിൽ എന്താണ് ഫലവത്തായി ചെയ്യാൻ പറ്റുന്നത് എന്ന് ചിന്തിച്ചപ്പോൾ മനസ്സിലായൊരു വസ്തുത, ഇപ്പോൾ പ്രിലിംസ് കഴിഞ്ഞിട്ട് പ്രിലിംസ് കുറച്ച് പ്രയാസമായിരുന്നത് കൊണ്ട് തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച പലരും കയറാതിരിക്കുന്ന ഒരു സന്ദർഭമാണല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത പ്രിലിംസിന് മുമ്പ് നമ്മുടെ ഓപ്ഷൻ സെറ്റാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം നടത്താം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ആൻസർ റൈറ്റിംഗ് എന്ന സാധാരണഗതിയിൽ നടത്തുന്ന ഒരു ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാമായിട്ടല്ല അത് നമ്മൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഗൂഗിൾ മീറ്റിൽ ലൈവായിട്ട് നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതിൻ്റെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ഏത് യൂണിറ്റിലാണോ റൈറ്റിംഗ് നടത്തുന്നത് അതിനു മുമ്പ് ആ യൂണിറ്റിൻ്റെ കണ്ടൻറ്റ് അല്ലെങ്കിൽ ആ യൂണിറ്റിൻ്റെ ഒരു വിശദമായ ഡിസ്കഷനാണ്. അപ്പോൾ ഒരു ഡിസ്കഷൻ ക്ലാസ് നമ്മൾ വയ്ക്കുകയാണ്. ഒന്നെന്നല്ല, ഇപ്പോൾ യൂണിറ്റ് വലുതാണെങ്കിൽ അത് ഒന്നിൽ കൂടുതൽ ഡിസ്കഷൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ഡിസ്കഷൻ വയ്ക്കുന്നു. വ്യത്യസ്തമായ ക്ലാസ്സുകളിലായിട്ട് ഒന്നിൽ കൂടുതൽ ഡിസ്കഷൻ വയ്ക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ആ ഡിസ്കഷൻ പൂർത്തിയാവുമ്പോൾ ഓരോ ദിവസവും ഡിസ്കഷൻ പൂർത്തിയാവുമ്പോൾ ആ ഡിസ്കഷൻ ക്ലാസ് എടുത്ത അതേ വിഷയത്തിൽ തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നു. ലൈവായിട്ടാണ്, ഇതെല്ലാം ലൈവ് പ്രോഗ്രാമാണ്. ഗൂഗിൾ മീറ്റിൽ ലൈവായിട്ടാണ്. നോട്ട് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നു. അപ്പോൾ ഈ ഡിസ്കഷനോടൊപ്പം തന്നെ ഒരു യൂണിറ്റിൻ്റെ നോട്ട് നിങ്ങളുടെ കയ്യിൽ കംപ്ലീറ്റ് ആയി കഴിയും ഡിസ്കഷൻ കഴിയുമ്പോൾ തന്നെ. അതിനുശേഷം അടുത്ത ഭാഗം എന്ന് പറയുന്നത് ടെസ്റ്റാണ്. അന്ന് തന്നെ നടത്തുന്നതല്ല, വേറൊരു ദിവസമായിരിക്കും ടെസ്റ്റ് നടത്തുന്നു. അതും ലൈവായിരിക്കും. ഗൂഗിൾ മീറ്റിൽ ലൈവായിട്ട് ടെസ്റ്റ് നടത്തിയതിന് ശേഷം 1-2 ആൻസറുകൾ അല്ലെങ്കിൽ ആ യൂണിറ്റിലെ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ചില ആൻസറുകളാണ് നമ്മൾ ടെസ്റ്റിലിടുന്നത്. ആ ടെസ്റ്റ് നിങ്ങൾ എഴുതിയതിന് ശേഷം ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത് ആ യൂണിറ്റിനെ ബേസ് ചെയ്ത് ഞാൻ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു ആൻസർ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് അതിലെന്തൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെ വിശദമായിട്ട് നമ്മളൊന്ന് വിശകലനം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതിയ ആൻസറുകളിൽ നിങ്ങൾക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെല്ലാം അതിൻ്റെ കൂടെ ആഡ് ചെയ്യാമായിരുന്നു എന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഡിസ്കസ് ചെയ്യുന്നതിലൂടെ നമ്മളൊരു ചിട്ടപ്പെടുത്തിയ ആൻസർ സ്ക്രീൻ ചെയ്ത് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ആൻസർ ഉണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ ഇന്ന പോരായ്മകളുണ്ട്, നമുക്കത് പരിഹരിക്കാമായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് അടുത്ത ദിവസം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തുടർന്ന് നമ്മൾ ചെയ്യുന്ന ഇതിൻ്റെ തന്നെ ഭാഗമായിട്ട് തുടർച്ചയായിട്ട് നമ്മൾ ചെയ്യുന്ന അടുത്ത പ്രോഗ്രാം എന്ന് പറയുന്നത് നിങ്ങളിതിൻ്റെ ഈ ആൻസർ എനിക്ക് അയച്ചു തന്നു കഴിഞ്ഞിട്ട് ഈ ആൻസറിൽ നിന്ന് ഏറ്റവും മികച്ച 1-2 ആൻസർ നമ്മൾ സെലക്ട് ചെയ്ത് അത് സ്ക്രീൻ ഷെയർ ചെയ്ത് ലൈവായിട്ട് അതിലെന്തൊക്കെയാണ് പോരായ്മകളെന്ന് കണ്ടെത്തി നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യുന്നു. ലൈവായിട്ട് തന്നെ കേട്ടോ, ഇതെല്ലാം ലൈവായിട്ട് തന്നെ കറക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലെന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും, നമ്മുടെ ആൻസർ എങ്ങനെ നമുക്ക് കൂടുതൽ മെച്ചപ്പെടുത്താൻ പറ്റും, എന്തെല്ലാം പോയിൻറ്റ്സ് നമുക്ക് ഇതിനെ ആഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള കൂടുതൽ വിവരം, കൂടുതൽ അറിവ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതിൽ ഇപ്പോൾ 1-2 പേരുടെ ആൻസർ ആയിരിക്കും നമ്മൾ ലൈവായിട്ട് ഇത് കറക്റ്റ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് ആൻസർ, എനിക്ക് എല്ലാവരും ആൻസർ അയച്ചു തരുന്നുണ്ടല്ലോ, അതിൽ ആൻസർ കറക്റ്റ് ചെയ്ത് വേണം എന്നുള്ളവർക്ക് കറക്റ്റ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. പിന്നെ നേരിട്ട് വന്ന് കാണണം എന്നുള്ളവർക്ക് അങ്ങനെ വന്ന് കാണാം. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ആൻസർ റൈറ്റിംഗ് സെക്ഷൻ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഒരു യൂണിറ്റ് കഴിഞ്ഞിട്ട് ഇതേ പ്രോസസ്സ് തന്നെ അടുത്ത യൂണിറ്റിൽ നമ്മൾ ആവർത്തിക്കും ഇതുപോലെ തന്നെ. അപ്പോൾ ഒന്നിൽ കൂടുതൽ സെക്ഷൻസിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സെഷൻ എല്ലാം കഴിയുമ്പോഴേക്കും നമ്മുടെ ആൻസർ റൈറ്റിംഗ് പക്കയാവും. അപ്പോൾ ഈ പരീക്ഷ എത്തുമ്പോഴേക്കും, പ്രിലിംസ് ആകുമ്പോഴേക്കും ആൻസർ എഴുതേണ്ടുന്നത് എങ്ങനെയാണ്, അതിലെന്തെല്ലാം, അതോടൊപ്പം തന്നെ നിങ്ങളുടെ കയ്യിലൊരു ഗംഭീര നോട്ടും ഉണ്ടായിരിക്കും ഇത് കഴിയുമ്പോൾ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ എഴുതേണ്ടുന്നത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിൽ ആഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൃത്യമായൊരു ധാരണയുണ്ടായിരിക്കും. അപ്പോൾ ഈ ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോയുടെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഓക്കെ, ഇത് ആരംഭിക്കുന്നത് ജൂലൈ 15-ാം തീയതിയാണ്, അവസാനിക്കുന്നത് നവംബർ
15-ാം തീയതിയാണ്. 4 മാസത്തെ പ്രോഗ്രാമാണ്. ഇതിൽ നമ്മൾ ഡിസ്കഷൻ ക്ലാസ്സുകളുണ്ടായിരിക്കും, ലൈവ് നോട്ട് പ്രിപ്പയറിംഗ് ഉണ്ടായിരിക്കും, ആൻസർ റൈറ്റിംഗ് സെക്ഷൻ ഉണ്ടായിരിക്കും, അതും ലൈവാണ് ഉണ്ടായിരിക്കും. പിന്നെ ആൻസർ വാല്യൂ ചെയ്യുന്നൊരു സെക്ഷൻ ഉണ്ടായിരിക്കും. ഒരു ആൻസർ നിങ്ങളെ എങ്ങനെയാണ് എഴുതുന്നതെന്ന് കാണിച്ചു തരുന്നൊരു സെക്ഷനും ഉണ്ടായിരിക്കും. ഇത്രയും സാധനങ്ങൾ ചേർന്നിട്ടായിരിക്കും ഈ ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം നടത്തുന്നത്. അപ്പോൾ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുള്ളവർ നമ്പറിൽ വിളിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുകയോ ടെലഗ്രാമിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യുക. ഓക്കെ.